ഒരമ്മ തന്റെ മകന് ചെറിയ കാര്യങ്ങളിൽ പോലും എപ്പോഴും ഉപദേശങ്ങൾ നൽകുമായിരുന്നു. ഉപയോഗിക്കാത്ത സമയത്ത് ഫാൻ ഓഫ് ചെയ്യണം, ആളില്ലാത്ത മുറിയിൽ TV ഓൺ ചെയ്ത് വെക്കരുത്, വെള്ളം പാഴാക്കരുത്, അങ്ങനെ തുടങ്ങും ലിസ്റ്റുകൾ. ഈ ചെറിയ കാര്യങ്ങളിൽ പോലും ഗൈഡ് ചെയ്യുന്നത് മകൻ ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. പക്ഷേ അവൻ സഹിച്ചു. ഒരു ദിവസം അവന് ഒരു ജോബ് ഇന്റർവ്യൂവിനുള്ള വിളി വന്നു. അവൻ ചിന്തിച്ചു, ഈ ജോലി എങ്ങാനും ലഭിച്ചാൽ അന്ന് ഞാൻ ഈ നഗരം വിടും. അതോടുകൂടി അമ്മയുടെ പരാതികളും ഉപദേശങ്ങളും കേൾക്കണ്ടല്ലോ. അങ്ങനെ ഇന്റർവ്യൂവിനായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവന്റെ അമ്മ പറഞ്ഞു, അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയണം, മടിക്കരുത്. അറിയില്ലെങ്കിലും ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കണം. ഓഫീസിലെത്തിയപ്പോൾ പ്രവേശന കവാടത്തിൽ സുരക്ഷാ ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല. വാതിൽ തുറന്നു കിടക്കുന്നതും കണ്ടു. മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്ന് കരുതി അവൻ ആ വാതിലടച്ചു. മുറ്റത്ത് നിറയെ പൂക്കൾ കണ്ടു. പക്ഷേ തോട്ടക്കാരൻ ഹോസ് തുറന്നിട്ടിട്ട് എവിടെയോ പോയിരിക്കുന്നു. വെള്ളം പാഴായി പോകുന്നത് കണ്ടിട്ട് അവൻ ആ ഹോസ് എടുത്ത് ആവശ്യമുള്ള ചെടികൾക്ക് നേരെ തിരിച്ചു വെച്ചു. റിസപ്ഷനിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ബോർഡിൽ ഇന്റർവ്യൂ ആദ്യത്തെ നിലയിൽ നടക്കുന്നുണ്ടെന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. പടി കയറുന്ന സമയത്ത് രാവിലെ 10 മണിയായിട്ടും ഒരു ലൈറ്റ് ഓണായിരിക്കുന്നത് അവൻ കണ്ടു. ആരോ ഇന്നലെ രാത്രിയിൽ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യാൻ മറന്നുപോയതാണെന്ന് അവന് മനസ്സിലായി. അമ്മ പറഞ്ഞ വൈദ്യുതി പാഴാക്കരുത് എന്ന വാക്കുകൾ അവൻ ഓർമ്മ വന്നു. അല്പം ബുദ്ധിമുട്ടിയെങ്കിലും സ്വിച്ച് കണ്ടെത്തി അവൻ ആ ലൈറ്റ് ഓഫ് ചെയ്തു. ആദ്യ നിലയിൽ എത്തിയപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ തിരക്ക് കണ്ട് അവനൊന്ന് അമ്പരന്ന് പോയി. ഇത്രയും പേരെ കണ്ടപ്പോൾ അവൻ തന്റെ സാധ്യതയെക്കുറിച്ച് ഒന്ന് സംശയിച്ചു. ഹാളിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു വെൽക്കം മാറ്റ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചെറിയ കാര്യങ്ങൾ പോലും ശരിയാക്കണമെന്ന അമ്മയുടെ വാക്കുകൾ അവൻ ഓർമ്മ വന്നു. ഉടൻ തന്നെ അവൻ പോയി ആ മാറ്റ് ശരിയാക്കി. അവസാനം അവന്റെ പേര് വിളിച്ചു. അകത്ത് കടന്നപ്പോൾ ഇന്റർവ്യൂവർ അവന്റെ സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ പരിശോധിക്കാതെ ഒരു ചോദ്യം മാത്രം ചോദിച്ചു, നിനക്ക് എപ്പോഴാണ് ജോലിയിൽ ചേരാൻ കഴിയുക? അവനൊന്നും ഞെട്ടി. ഇത് പരീക്ഷണമാണോ അതോ ശരിക്കും ജോലി തന്നതാണോ? അവന് സംശയമായി. ഇന്റർവ്യൂവർ പറഞ്ഞു, ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ചോദ്യങ്ങൾ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കില്ല. ഞങ്ങളുടെ ഇന്റർവ്യൂ നിങ്ങൾ ഈ കെട്ടിടത്തിൽ പ്രവേശിച്ച ആ നിമിഷം മുതൽ ആരംഭിച്ചു. ഞങ്ങൾ നിങ്ങളുടെ പെരുമാറ്റം വളരെ ക്ലോസ് ആയി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രമാത്രം ശ്രദ്ധാലുവാണെന്നും നിങ്ങളുടെ മൂല്യങ്ങൾ എന്താണെന്നും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇന്ന് വന്നവരിൽ വാതിലടച്ചത് നീ മാത്രമാണ്, ഹോസ് മാറ്റിയത് നീ മാത്രമാണ്, ലൈറ്റ് ഓഫ് ചെയ്തതും വെൽക്കം മാറ്റ് ശരിയാക്കിയതും നീ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ജോലി ഞങ്ങൾ നിനക്ക് നൽകുന്നത്. അന്ന് അവനൊരു കാര്യം മനസ്സിലായി. അമ്മയുടെ പല ഉപദേശങ്ങളും ഭാവിയിലേക്കുള്ള സമ്മാനങ്ങളായിരുന്നുവെന്ന്. കുട്ടിക്കാലത്തെ ശിക്ഷണം പോലും നമുക്കൊരു ഭാരമായി തോന്നിയേക്കാം. പക്ഷേ പിന്നീട് വളർന്നു വലുതാകുമ്പോൾ അന്നത്തെ വില്ലന്മാർ ഇന്നത്തെ ഹീറോകളാണെന്ന് തിരിച്ചറിയും. നിങ്ങളെ വളർത്തിയ രീതിയെക്കുറിച്ച് പറഞ്ഞ് മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി സമയം കളയരുത്. ഒരു ദിവസം അവരില്ലാതായാൽ ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അതേക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവരോട് നന്ദി പറയുക, അവരെ ആദരിക്കുക, അവരെ സ്നേഹിക്കുക. നിങ്ങളുടെ മക്കളെ ശിക്ഷണം പഠിപ്പിക്കും. അതവരെ ജീവിതം മുഴുവൻ കൈപിടിച്ച് നടത്തും. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.